ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ചക്ക പായസം കഴിച്ചവരായിരിക്കും അല്ലേ? അപ്പോൾ ചക്കയുടെ കൂടെ മത്തങ്ങയും കൂടി ചേർത്തുള്ള പായസം കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് ഒരു പായസം ഉണ്ടാക്കിയാലോ? വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമേ മത്തങ്ങ ഒരു കഷ്ണം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തു. വേവിച്ച് ചൂടാറി മിക്സി ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഉരുളി അടുപ്പത്ത് വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് അതിൽ കാഷ്യൂനട്ടും മുന്തിരിയും കൂടി വറുത്ത് തനിച്ച് വറുത്ത് മാറ്റി വെക്കുക. ആ നെയ്യിൽ തന്നെ നമ്മൾ ചക്ക ഞാൻ നേരത്തെ വേവിച്ച് നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്ക അരച്ച് ചേർത്ത പേസ്റ്റും മത്തങ്ങ അരച്ച് പേസ്റ്റും രണ്ടും കൂടി ചേർത്ത് ഈ നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ചൊന്ന് ചൂടായി അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നെയ്യിൽ നന്നായിട്ട് വറുത്ത് കഴിഞ്ഞ് നമ്മൾ ശർക്കര ആവശ്യമുള്ള ശർക്കര ഞാൻ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര നേരത്തെ തന്നെ ചൂടാക്കി വെള്ളം ചേർത്ത് നന്നായിട്ട് പാനിയാക്കി അരിച്ചെടുത്ത് അത് ചേർക്കണം. ഇത് നെയ്യിൽ നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് മതിയാവും വഴറ്റിയത് നിർത്തുക. പിന്നെ ഇതിൻ്റെ വഴറ്റി കഴിഞ്ഞതും ശർക്കര പാനി ചേർക്കുക. ഇത് മത്തങ്ങ ഉടച്ചതും കൂടി ഞാൻ അതിൽ ചേർത്തു. ചക്ക അരച്ചതും ആദ്യം ചേർത്തത് ചക്ക അരച്ചതാണ്. അതിൻ്റെ കൂടെ മത്തങ്ങ അരച്ചതും കൂടി ചേർത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു ചെറിയൊരു പച്ചമണം മാറി നന്നായിട്ട് അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരും നെയ്യും ചേർന്നത്. ശർക്കര പാനി ഞാൻ അരിച്ചെടുത്ത് അതും കൂടി മധുരത്തിന് ആവശ്യമുള്ള ശർക്കര പാനി ചേർക്കുക. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ശർക്കര പാനി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ച് കുറുകി പാകമാകുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുക. ഞാൻ ഒന്നാം പാൽ രണ്ടാം പാലൊന്നും എടുത്തില്ല. കുറച്ച് പായസം ഉണ്ടാക്കണോണ്ട് ഞാൻ ഒരു തവണ മാത്രം നല്ല കട്ടിക്കുള്ള പാലെടുത്തു. പാൽ ചേർത്ത് അധികം തിളപ്പിക്കാൻ പാടില്ല. ഇത് കട്ടിയായിട്ടുള്ള ഒന്നാം പാലാണ്. അപ്പം ഒന്ന് ചെറുതായിട്ട് വരാൻ സമയമാകുമ്പോൾ നമ്മൾ ചെറിയ ജീരകം പൊടിച്ചതും ചുക്ക് പൊടിച്ചതും കൂടി ചേർത്തു. ഏലക്ക പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇറക്കി നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ച കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ചേർക്കുക. ഇപ്പോൾ പായസം റെഡിയായി. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന എളുപ്പത്തിൽ ഉണ്ടാകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. നിങ്ങൾ ഓരോരുത്തരുടെയും സബ്സ്ക്രൈബ് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഓരോ വീഡിയോ വിടുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.